അന്നൊക്കെ അത്താഴം കഴിഞ്ഞ് കഴിയുമ്പോൾ മകരനിലാവ് ചിത്രം വരയ്ക്കുന്നവരായിട്ട് തിണ്ണയിലിരുന്ന് അപ്പൻ്റെ അധ്യക്ഷതയിൽ അമ്മയും അമ്മാമ്മയും പിന്നെ കാക്കിരി പീക്കിരികളായ ഞങ്ങളും കൂടി ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കും. അപ്പോൾ പിറ്റേന്ന് ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെ അന്ന് നടന്ന കാര്യങ്ങളും എല്ലാം സംസാര വിഷയമാവും. ആ സമയത്തെടുത്ത തീരുമാനത്തിലൊന്നാണ് നാളെ രാവിലെ ചേമ്പ് പറിക്കണം എന്നുള്ളത്. അങ്ങനെ നേരം വെളുത്തപ്പൻ അമ്മയുടെ കയ്യിൽ നിന്നൊരു ചൂട് കട്ടൻ കാപ്പിയും വാങ്ങി കുടിച്ച് വാച്ചത്തി എടുത്ത് പറമ്പിലേക്ക് നടന്നു. കൂടെ കൊട്ടയുമായിട്ട് അമ്മ. മിക്കവാറും സ്കൂളില്ലാത്ത ദിവസങ്ങളിലായിരിക്കും ഈ വക പണിക്കെല്ലാം അപ്പം തിരഞ്ഞെടുക്കണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷി അറിവുകൾ പിള്ളേർക്കും കൂടി കിട്ടിക്കോട്ടെ എന്നുള്ള ചിന്തയാവാം. അങ്ങനെ ഓരോ ചേമ്പിൻ്റെ കണങ്ങും അപ്പൻ ഇങ്ങനെ ഇളക്കി മാറ്റുമ്പോൾ അത് പെറുക്കിയെടുക്കാൻ ഞങ്ങളും കൂടും. നല്ല രസമല്ലേ ചേമ്പിൻ്റെ കണങ്ങ് ഇങ്ങനെ മണ്ണിൽ നിന്ന് തലനീട്ടി എടുത്തോളൂ എന്നുള്ള രീതിയിൽ പൊങ്ങി വരുന്നത് കാണാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചേമ്പിൻ്റെ വിത്തെല്ലാം ഓരോ ഭാഗത്ത് പെറുക്കി കൂട്ടും. അതിനുശേഷം അതെല്ലാം ബക്കറ്റിൽ കൊണ്ടുവന്ന് ഇറയത്ത് കൂട്ടിയിടും. അങ്ങനെ അതെല്ലാം കണ്ടിങ്ങനെ മനം കുളിർക്കെ ആസ്വദിച്ച് നോക്കി നിൽക്കും. അപ്പോഴത്തേക്കും അമ്മാമ്മയുടെ ഓർഡർ വരും പറമ്പിൽ നിന്ന് കരിയില അടിച്ച് വാരി കൊണ്ടുവരാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്മയും ഞങ്ങളെല്ലാവരും കൂടി പറമ്പിലെ കരിയില അടിച്ചു കൂട്ടാനായിട്ട് പോകും. എന്തിനാന്നല്ലേ, അത് ശരിക്കും ഞങ്ങളെ പറമ്പിൽ ചക്കക്കുരുവും പുളിങ്കുരു കശുവണ്ടി ഇതൊക്കെ സ്ഥിരമായിട്ട് ചൂടുന്ന ഒരു സ്ഥലമുണ്ട്, മുറ്റത്തെ ചാമ്പ ചുവട്. അപ്പോൾ ചാമ്പയുടെ കുറച്ച് അകലം മാറി കുറച്ച് കരിയില വാരി കൊണ്ടുവന്നിടും. ആ കരിയില മിത്തയിലേക്ക് ഈ പറിച്ചുകൊണ്ട് വന്ന നല്ല ചേമ്പിൻ്റെ വിത്തുകൾ നിരത്തും. അതിന് മീതേക്ക് വീണ്ടും കുറേ കൂടി കരിയില കമിഴ്ത്തും. പിന്നെ ഒരു ചൂട്ട് പന്തം കൊണ്ടുവന്ന് അമ്മ കരിയിലേക്ക് തീ കൊടുക്കും. അങ്ങനെ പടക്കം പൊട്ടുന്ന ശബ്ദത്തോടെ കരിയില ഇങ്ങനെ തീ പടർന്ന് എരിഞ്ഞു തുടങ്ങും. അപ്പോൾ ഇത് ആസ്വദിക്കാൻ എന്നവണ്ണം മരച്ചില്ലയിൽ കിളികളും വന്ന് കാത്തിരിക്കും. അങ്ങനെ അതിന് ചുറ്റും ഞങ്ങൾ ഓടി നടന്ന് പിന്നെ കളിയാണ്. അങ്ങനെ കളിച്ച് ഇടയ്ക്ക് വന്ന് ഈ കരിയില കത്തിയോ എന്നൊക്കെ നോക്കും. ഇതിനിടയിൽ അമ്മയോ ഒന്ന് മുറം കൊണ്ട് വീശി കൊടുക്കും. ചേമ്പ് പാകമായോ എന്നറിയാൻ ഒന്ന് ഇളക്കി മാറ്റി നോക്കും. പാകമാവാത്തത് വീണ്ടും കരിയിലയിലേക്ക് തന്നെ തട്ടിയിട്ട് ഒന്നുകൂടെ കത്തിക്കും. അങ്ങനെ തിരിച്ചും മറിച്ചും നമ്മുടെ ചേമ്പെല്ലാം ചുട്ട് കഴിയുമ്പോഴത്തേക്കും അമ്മ പോയി മുറത്തിൽ ഒരു വാഴയില വെട്ടിക്കൊണ്ട് വരും. എന്നിട്ട് ഇത് വെന്ത ചേമ്പ് പിന്നെ ആ വാഴയിലയിലേക്ക് ഓരോന്നായിട്ട് പെറുക്കിയിടും. കനലടങ്ങാത്ത ആ തീയുടെ അടുത്തേക്ക് ഞങ്ങൾ പെറുക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങളെ ഓടിക്കും. അമ്മ തന്നെ എല്ലാ ചേമ്പും മുറത്തിലേക്ക് എടുത്തു വച്ചതിന് ശേഷം പിന്നെ അമ്മ പോകുന്നിടത്തേക്ക് ഞങ്ങളും പോകും അടുത്ത പരിപാടിക്ക്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അടുത്തത് എന്തെന്നുള്ള കൗതുകമാണ്. അപ്പോഴത്തേക്കും നല്ല വിറകിൻ്റെ കനലിൽ ഒരു വലിയ ഉണക്കയില കൊണ്ടുവന്ന് ചുടാനിടും. അത് ചുട്ട് പാകമായി കഴിയുമ്പോൾ അതെടുത്തൊരു പാത്രത്തിലേക്കിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ ചാരമെല്ലാം കഴുകി കളയും. അതിനുശേഷം അത് അമ്മിയിൽ വെച്ചിട്ട് ഒന്ന് ചതച്ച് ഒതുക്കും. എന്നിട്ട് ആ മീനിൻ്റെ നട്ടെല്ലിങ്ങ് വലിച്ചൂരും. കാരണം അത് കഴിക്കുമ്പോൾ പിള്ളേരുടെ തൊണ്ടയിൽ പോവാതെ അതിങ്ങ് വലിച്ച് കളാം, അമ്മാമ്മ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ മുള്ളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി എടുത്ത് അമ്മ മാറ്റി. അതിനുശേഷം ചെറിയ മുള്ളുകളുണ്ടെങ്കിൽ അതും വളരെ സൂക്ഷ്മതയോടെ അമ്മ എടുത്ത് മാറ്റും. കാരണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള മുള്ളൊന്നും ആരും ശ്രദ്ധിക്കില്ല. ശേഷം ആ ഇലയുടെ മാംസം പിള്ളത്തല കൊണ്ട് ഇതുപോലെ ഇടിച്ചൊതുക്കും. അതെല്ലാം ഇടിച്ച് നല്ല പാകമായി കഴിയുമ്പോൾ അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ കുറേ വറ്റൽമുളക് അതും ഇതുപോലെ തന്നെ ചതച്ചെടുക്കും. അടുത്തത് ഉള്ളിയുടെ വരവാണ്. അങ്ങനെ ഉള്ളി ചതയ്ക്കുമ്പോൾ അതിൽ വിട്ടു പോകുന്ന ഓരോ ഉള്ളിയും പിടിച്ച് വീണ്ടും പിള്ളത്തലക്കിലെത്തിച്ച് ഇടിച്ച് ഒതുക്കും. അങ്ങനെ ഉള്ളിയെല്ലാം ഓരോ താളത്തിൽ
ചതച്ചെടുത്ത് അവസാനം വേപ്പില കൂടി ചതച്ച് അതെല്ലാം വാരി പാത്രത്തിലേക്ക് മാറ്റും. ഇതിനെല്ലാം കാഴ്ചക്കാരും ദൃക്സാക്ഷികളുമായിട്ട് ഞങ്ങൾ ചുറ്റും നിൽപ്പുണ്ട്. അങ്ങനെ ഈ ചതച്ച ഉള്ളി, മുളക്, അയില എല്ലാം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെയാണ് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ചുട്ട ചേമ്പിൻ്റെ വരവ്. ആ ചേമ്പ് ഇങ്ങനെ നല്ല ചൂടോടെ ഊതി അമ്മ തൊലി കളയും. ഞങ്ങളും തൊലി കളയാൻ ശ്രമിക്കും, പക്ഷെ ചൂട് കാരണം ഇട്ടിട്ട് മാറിപ്പോവും. അങ്ങനെ ചേമ്പെല്ലാം ഓരോന്നും ശ്രദ്ധയോടെ തൊലി കളഞ്ഞ് മൺചട്ടിയിലേക്ക് മാറ്റും. അതിനുശേഷം ഒരു ചിരട്ടത്തവി കൊണ്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കും. കലത്തിൻ്റെ അടി പൊട്ടാതെ ചിരട്ടയുടെ തല കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കും. ഈ ഉടയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ ഒന്ന് കൈയിട്ട് ടേസ്റ്റ് പരിശോധിക്കാൻ ചെന്നാൽ ആ കയ്യിലിൻ്റെ കണക്ക് നല്ല കൊട്ടും കിട്ടും. അങ്ങനെ ചേമ്പെല്ലാം നന്നായിട്ട് ഉടച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചട്ടിയിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഇടിച്ചു വെച്ചിരിക്കുന്ന ഉള്ളി, മുളക്, മീൻകൂട്ട് അതിലേക്ക് കമിഴ്ത്തും. എന്നിട്ട് നല്ല മൊരിയെ വറുത്തെടുക്കും. അപ്പോൾ ഈ വറുത്ത് വരുന്ന ഗന്ധം വരുമ്പോഴേ ഞങ്ങൾക്ക് വായിൽ വെള്ളം വരും. കാരണം അത്രയും നേരം സാറ്റുകളി, കല്ലുകളി, തൊങ്കിക്കളിക്കൽ, കുട്ടിയും കോലും കളി അങ്ങനെയെല്ലാം കളിച്ച് വിശന്നായിരിക്കും വന്ന് നിൽക്കുന്നത്. അങ്ങനെ ഈ വറുത്ത കൂട്ട് നേരത്തെ നമ്മൾ ഇടിച്ചുടച്ച് വെച്ചിരിക്കുന്ന ചേമ്പിൻ കൂട്ടിലേക്കിട്ട് പിന്നെ അമ്മയുടെ ഒരു കയ്യിൽ കൊണ്ടുള്ളൊരു അഭ്യാസമുണ്ട്, അത് കാണേണ്ടതാണ്. ഒന്ന് ചുഴറ്റി കറക്കി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അതിനുശേഷം ഒരു വാഴയില വെട്ടി ആ തൂശനിലയിലേക്ക് ഈ ചേമ്പിൻ കൂട്ടങ്ങ് വിളമ്പും. പിന്നെ ഞങ്ങളെല്ലാവരും കൈ കഴുകി അതിന് ചുറ്റും വന്നിരുന്ന് കഴിക്കൽ തുടങ്ങും. പിന്നെ ആവശ്യക്കാർക്ക് ചൂടുള്ള ചക്കര കാപ്പിയുണ്ട്, അതും കുടിക്കാം. അങ്ങനെ ഇതെല്ലാം ആസ്വദിച്ച് കഴിച്ച് തീരാറാവുമ്പോഴത്തേക്കും പരസ്പരം നോക്കും. എല്ലാവരുടെയും കണ്ണിൽ നിന്നിങ്ങനെ എരിവ് നാവിൽ കൊണ്ടിട്ടുള്ള ചുടുകണ്ണീർ ഒഴുകുന്നത് കാണാം.